നമസ്കാരം. പ്ലസ് 1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആൻഡ് ദി ആപ്ലിക്കേഷൻസ്. മൊമെന്റ് ഓഫ് ഇനേഷ്യയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണെന്നും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നും അതുപോലെ തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ ക്ലാസ്സിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഡിഫറെൻറ്റ് റിജിഡ് ബോഡീസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റിവിഷൻ ക്ലാസ്സുകളും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ സൊല്യൂഷൻസും ഉൾപ്പെടുന്ന പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ്? ഓരോ റിജിഡ് ബോഡി ആയിട്ട് സെപ്പറേറ്റ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതുവരെ നമ്മൾക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യയെ കുറിച്ചുള്ള ഒരു ഐഡിയ വെച്ചുകൊണ്ട് ഒരു റിങ്ങിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു ഏത് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യയും ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അതായത് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നതും പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്. ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും റിങ്ങിൻ്റെ ഏത് ആക്സിസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ലെറ്റ് ആർ ബി ദ റേഡിയസ് ആൻഡ് സപ്പോസ് ദിസ് റിംഗ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദാറ്റ് ആക്സിസ് വിത്ത് ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഇപ്പോൾ കൈനറ്റിക് എനർജി എന്താണെന്ന് നോക്കാം. കൈനറ്റിക് എനർജി ഓഫ് ദ റിംഗ് ഹാഫ് mv². സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ഹാഫ് mv². ഇവിടെ ഹാഫ് m ഇൻറ്റു വിക്ക് പകരം വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആർ ഒമേഗ. ഓക്കെ, വി ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ള റിലേഷൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ v² പകരം r² omega². ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. സോ k ഈക്വൽ ടു ഹാഫ് mr² omega², ഇക്വേഷൻ നമ്പർ 1. Also, if the ring is rotating with velocity omega, angular velocity omega, it has rotational kinetic energy. What is that rotational kinetic energy? It is half I omega². ഓക്കെ, അതായത് റൊട്ടേഷൻ കൈനറ്റിക് എനർജിയുടെ ഒരു എക്സ്പ്രഷൻ ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി തന്നെ നമ്മൾ രണ്ട് തരത്തിലായിട്ട് ഇക്വേഷൻ എഴുതിയെന്നുള്ളതേ ഉള്ളൂ. കൈനറ്റിക് എനർജി എപ്പോഴും ഹാഫ് mv² ആണ്. ഇനി റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡി ആണെങ്കിൽ നമുക്കത് ഹാഫ് I omega² എന്നും എഴുതാവുന്നതാണ്. അപ്പോൾ ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 2. So you have two equations. First equation is k equal to half mr² omega². Second equation k equal to half I omega². ഈ രണ്ട് ഇക്വേഷൻസും ഒന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? LHS രണ്ടും k ആണ്. ദെൻ ഹാഫ് രണ്ട് ഇക്വേഷനിലുണ്ട്, omega² രണ്ട് ഇക്വേഷനിലുണ്ട് അല്ല. അപ്പോൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സെക്കൻഡ് ഇക്വേഷനിലെ I എന്ന ക്വാണ്ടിറ്റിക്ക് പകരമായി ഫസ്റ്റ് ഇക്വേഷനിൽ വന്നത് mr² ആണ്. സോ I എന്ന് പറയുന്നത് എന്താ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ I is given by mr². So ഇത് റിങ്ങിൻ്റെ കേസിൽ if it is rotating about an axis passing through the center and perpendicular to its plane, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അതിൻ്റെ കൈനറ്റിക് എനർജി കണ്ടതിന് ശേഷം നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടെത്തി. ആൻഡ് ഇറ്റ് ഇസ് ഗിവൺ ബൈ mr², where m is mass of the ring, capital R radius of the ring. ഓക്കെ, സോ I ഈക്വൽ ടു mr². വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അടുത്തതായിട്ട് രണ്ടാമത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എ റിജിഡ് റോഡ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ആൻഡ് ഓഫ് ലെങ്ത് L with a pair of small masses rotating about an axis through the center of mass perpendicular to the road. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു സിംഗിൾ ബോഡി എന്നതിലുപരി നമ്മളൊരു റോഡ് വിത്ത് മാസസ്, യു ഹാവ് ലെങ്ത് L ഉള്ളൊരു റോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ രണ്ടറ്റത്തും
ചെറിയ മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. m/2 മാസുള്ള 2 ബോഡീസ് ഈ റോഡിന്റെ രണ്ടറ്റത്തുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ if it is rotating about an axis through the center of massിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ റോഡ്. ആ റോഡിന്റെ ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്. അപ്പോൾ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ യൂഷ്വൽ ഫോർമുല തന്നെ എടുക്കുക, സമ്മേഷൻ mi/r². കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ body of the rod I equal to summation mi/r². അവിടെ നമുക്ക് 2 മാസല്ലേ ഉള്ളത്. 2 മാസം ആയതുകൊണ്ട് തന്നെ നമുക്ക് m1r1² പ്ലസ് m2r2² എന്ന് ഉപയോഗിക്കാം. mi/r² എന്ന് പറയുമ്പോൾ n പാർട്ടിക്കിൾസിന്റെ കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ്. ഇവിടെ 2 മാസസേ ഉള്ളൂ, m/2 ഈച്ച്. ഓക്കെ, ആ റോഡിന്റെ രണ്ടറ്റത്തായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ I equal to നമുക്കറിയാം m1r1² പ്ലസ് m2r2². ദാറ്റ് ഈസ് I equal to മാസ് തന്നിട്ടുണ്ട് m/2. r1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്സിസിൽ നിന്ന് ഈ മാസിലേക്കുള്ള ദൂരം, ദാറ്റ് ഈസ് l/2. ടോട്ടൽ ലെങ്ത് L ആണ്, സെന്ററിലാണ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെന്ററിൽ നിന്ന് മാസിലേക്കുള്ള ദൂരം l/2 ആണ്. സോ m/2 l/2 ഹോൾ സ്ക്വയർ പ്ലസ് m/2 into l/2 whole square. m1r1² plus m2r2². ഓക്കെ, അപ്പോൾ ഓരോന്നും m/2. അപ്പോൾ m/2 ഇൻറ്റു ആ m/2 ആക്സസും തമ്മിലുള്ള ഡിസ്റ്റൻസ് l/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ മാസ് m/2 ഇൻറ്റു ആ മാസും ആക്സസും തമ്മിലുള്ള ഡിസ്റ്റൻസ് l/2 ഹോൾ സ്ക്വയർ. അപ്പോൾ ആദ്യത്തേതിൽ l/2 ഡിവൈഡഡ് ബൈ എന്നുള്ള ഒരു ലൈൻ കുറച്ച് തെളിച്ചം കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എഴുതുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ആഡ് ചെയ്ത് എന്ത് കിട്ടും? അപ്പോൾ m/2 ഇൻറ്റു l²/4 അല്ലേ, പ്ലസ് m/2 ഇൻറ്റു l²/4 എന്ന് കിട്ടും. അല്ലെങ്കിൽ ml²/8 പ്ലസ് ml²/8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? ദാറ്റ് ഈസ് ml²/4. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റോഡ് ഇസ് ഗിവൺ ബൈ ml² ഡിവൈഡഡ് ബൈ 4. m മാസാണ്, l ആ റോഡിൻ്റെ ലെങ്ത്. ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ml² ഡിവൈഡഡ് ബൈ 4. അടുത്തായിട്ട് we are going to consider the theorem of perpendicular axis. അതായത് ഏത് ബോഡിയുടെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എനി ആക്സിസ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന 2 തിയറംസ് ആണുള്ളത്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും പാരലൽ ആക്സിസ് തിയറവും. ഈ 2 തിയറം ഉപയോഗിച്ചുകൊണ്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എനി ബോഡി അബൌട്ട് എനി ആക്സിസ്. ഏതൊരു ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഏതൊരു ബോഡിയുടെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ തിയറംസ് ഉപയോഗിക്കാം. അതിൽ ആദ്യത്തെ തിയറം നോക്കാം. തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് സ്റ്റേറ്റ്സ് ദാറ്റ് the moment of inertia of a planar body or lamina about an axis perpendicular to its plane is equal to the sum of its moment of inertia about 2 perpendicular axes concurrent with the perpendicular axis and lying in the plane of the body. എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ്? കുറച്ച് വലിപ്പം കൂടിയൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ തോന്നും, പക്ഷെ കാര്യം വളരെ സിമ്പിളാണ്. ഏത് തരം ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനാണ് ഇത് യൂസ് ചെയ്യുക? ഓഫ് എ പ്ലാനാർ ബോഡി ഓർ ലാമിന എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റ്. ഓക്കെ, ഒരു ഷീറ്റിൻ്റെ രൂപത്തിലുള്ള ബോഡീസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ ഏത് ആക്സിസിൽ? എബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. ഓക്കെ, അതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൽ. ഇപ്പം നേരത്തെ റിങ്ങിൻ്റെ ഒരു ഫിഗർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞല്ലോ. ആ ഒരു ഫിഗറിലെ ആക്സിസ് എന്ന് പറയുന്നത് റിങ്ങിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ പ്ലെയിനാണ്. ഓക്കെ, അത്തരത്തിൽ ബോഡിയുടെ സർഫസിൻ്റെ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുക. അത് എന്തായിരിക്കും? എന്തിന് ഈക്വൽ ആയിരിക്കും? ദെൻ ഇറ്റ് ഈസ് about 2 perpendicular axes. It is the sum of moment of inertia about 2 perpendicular axes concurrent with the perpendicular axis and lying in the plane of the body. അതായത് 2 ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് ഏതാണോ അതുമായിട്ട് കൺകറന്റ് ചെയ്യുന്ന, അതായത് ഒരേ പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന 2 ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യയ്ക്ക്
ഈക്വൽ ആയിരിക്കും, സമ്മിന് ഈക്വൽ ആയിരിക്കും ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ആ ഫിഗർ കാണുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. നോക്കൂ, സപ്പോസ് യു ഹാവ് എൻ ഇറഗുലർ ബോഡി, ഒരു ഷീറ്റ് രൂപത്തിലുള്ള ബോഡിയാണെന്ന് ഇരിക്കുക. അവിടെ കൺസിഡർ ചെയ്ത ആക്സസ് നോക്കുക, എക്സ് വൈ സെഡ്, 3 ആക്സസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സെഡ് ആക്സസ് ആണ് ആക്സസ് ഓഫ് റൊട്ടേഷൻ. ബോഡി ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദി സെഡ് ആക്സസ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആക്സസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പ്ലാനാർ ബോഡി about an axis passing through its center and perpendicular to the plane. അപ്പോൾ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയ സെഡ് ആക്സിസ്, അതിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ IX പ്ലസ് IY. IX പ്ലസ് IY എന്താണ്? അതായത് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് 2 ആക്സസ് X and Y which are concurrent with the Z axis and lying in the plane of the lamina. ഇപ്പോൾ XY ആക്സസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെഡ് ആക്സസുമായിട്ട് ഒരേ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 3 ആക്സസും ഒരേ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരേ പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൺകറന്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. അപ്പോൾ X and Y ആക്സസ് ആർ കൺകറന്റ് വിത്ത് ദ സെഡ് ആക്സസ് ആൻഡ് ലൈങ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ലാമിന. ലാമിനയുടെ പ്ലെയിനിൽ തന്നെയാണ് കിടക്കുന്നത്. X ആക്സസും Y ആക്സസും ലാമിനയുടെ പ്ലെയിനിൽ തന്നെയാണ് കിടക്കുന്നത്. സോ IZ ഈക്വൽ ടു IX പ്ലസ് IY. സെഡ് ആക്സസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് X ആക്സസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്ലസ് Y ആക്സസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇനി ആ സ്റ്റേറ്റ്മെന്റ് മുഴുവനായിട്ടും ശരിക്കും ബൈ ഹാർട്ട് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഒരു ഫിഗറും വരയ്ക്കുക, ഈ ഒരു ഇക്വേഷനും എഴുതുക. ഓക്കെ, ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ planar body about an axis passing through the center and perpendicular to the plane. അടുത്തത് parallel axis theorem. എന്താണ് parallel axis theorem? It states that moment of inertia of a body about any axis is equal to sum of the moments of inertia of the body about a parallel axis passing through its center of mass and the product of its mass and square of the distance between the 2 parallel axes. ഈ കേസിൽ എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എനി ആക്സസ്, ഏത് ആക്സസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ ഈ തിയറം യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞിരുന്നു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പാരലൽ ആക്സിസ് തിയറം ഏത് ആക്സസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം? ഈ ഒരു കേസിൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് എ പാരലൽ ആക്സിസ്. 2 ക്വാണ്ടിറ്റീസിന്റെ സമ്മാണ് ഈ കേസ്. ഏതൊക്കെയാണ്? ഒന്ന്, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് എ പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ. സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിലുള്ള റൊട്ടേഷൻ്റെ ആ റൊട്ടേഷൻ കാരണമുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, so of a body about the parallel axis passing through its center of mass and രണ്ടാമത്തെ ടേം എന്താണ്? product of its mass and square of the distance. മാസിൻ്റെയും ആ 2 ആക്സസ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെയും സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ പാരലൽ ആക്സിസ് തിയറമിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഏത് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ഏത് ആക്സസിലാണോ കണ്ടുപിടിക്കേണ്ടത് ആ ഒരു ആക്സസ്, ഓക്കെ, അതിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് 2 ടേംസിന്റെ സമ്മാണ്. ഒന്ന്, അതിന് പാരലൽ ആയിട്ടുള്ളതും സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്നതുമായിട്ടുള്ള ആക്സസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, പിന്നെ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ആക്സസ്. അതിൽ ഫിഗർ നോക്കുക. ഇവിടെ ഒരു ഇറഗുലർ ബോഡിയാണ് കൺസിഡർ ചെയ്തത്. സെഡ് ആക്സസ് ആണ് ആക്സസ് പാസിംഗ് ത്രൂ ദ സെന്റർ. ഓക്കെ, സെഡ് ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏത് ആക്സസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് സെഡ് ഡാഷ്. സോ അക്കോർഡിംഗ് ടു ദ തിയറം ഐ സെഡ് ഡാഷ് ഈക്വൽ ടു IZ പ്ലസ് MA സ്ക്വയർ. IZ ഡാഷ് ഈക്വൽ ടു IZ പ്ലസ് MA സ്ക്വയർ. IZ ഡാഷ് എന്ന് പറയുന്നത് എന്താ? മൊമെന്റ് ഓഫ് ഇനേഷ്യ. സെഡ് ഡാഷിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ അതാണ് കണ്ടുപിടിക്കേണ്ടത്. IZ എന്ന് പറയുന്നത് ഇതിന് പാരലൽ ആയിട്ടുള്ളതും അതേപോലെ തന്നെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്നതുമായ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്ലസ് മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്.
അപ്പോൾ ഇവിടെയും ഈ ഒരു ഫിഗർ വരച്ചിട്ട് ഇക്വേഷൻ എഴുതിയാൽ തന്നെ മുഴുവൻ മാർക്കും കിട്ടും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് മുഴുവനായിട്ട് ഓർത്തിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫിഗർ വരച്ച് ഇക്വേഷൻ എങ്കിലും ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ ടോട്ടൽ മാസ് ആണ് നമുക്കറിയാം. തന്നിട്ടുള്ള രണ്ട് ആക്സസ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ ആണ്. ഓക്കെ, ഇനി ഈ രണ്ട് തിയറം നമ്മളിപ്പോൾ മനസ്സിലാക്കി. അത് ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. നേരത്തെ ഒരു കേസ് നമ്മൾ ചെയ്തു, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് ആൻ ആക്സസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അയാളുടെ ഈ ഒരു കേസിൽ, അതായത് ഈ റിങ്ങിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടണമെങ്കിൽ ഏത് ആക്സസിലുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്? ഡയമീറ്ററിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വി ആർ ഗോയിങ് ടു യൂസ് പെർപെൻഡിക്കുലർ ആക്സസ് തിയറം. ഓക്കെ, പെർപെൻഡിക്കുലർ ആക്സസ് തിയറം നമുക്കറിയാം IZ = IX + IY. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഏത്? IZ. കാരണം IZ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ about an axis perpendicular to its plane. പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സസ് ആണ് Z. അതിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം mr². ഓക്കെ, ദെൻ എക്സും വൈയും നമുക്ക് രണ്ട് ആക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫിഗർ നോക്കുക. എക്സ് ആക്സസ് ഹൊറിസോണ്ടൽ ഡയമീറ്റർ ആണെന്ന് വിചാരിക്കുക, വൈ ആക്സസ് വെർട്ടിക്കൽ ഡയമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ രണ്ട് ഡയമീറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് രണ്ടിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ സെയിം ആയിരിക്കും. മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എക്സ് വിൽ ബി ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് വൈ, ആൻഡ് വി ആർ ഗോയിങ് ടു ഡിനോട്ട് ഇറ്റ് ബൈ ID. ഓക്കെ, ID മീൻസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദി ഡയമീറ്റർ. അപ്പോൾ IXും IYയും ഈക്വൽ ആയിരിക്കും, കാരണം രണ്ട് ഡയമീറ്റർ ആണ്. സോ രണ്ടിനും ID എന്ന് കൊടുക്കുന്നു. സോ mr² ഈക്വൽ ടു ID + ID or 2ID, and ID equal to mr²/2. ഓക്കെ, ID equal to mr²/2. ഇത് ഈ ഒരു തിയറി ഉപയോഗിച്ചിട്ടുള്ള ഡെറിവേഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആക്സിസ് തിയറാണ് IZ = IX + IY. അവിടെ തന്നെ Z ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം. ആദ്യം തന്നെ നമ്മൾ അതാണ് കണ്ടുപിടിച്ചത്. Z ആക്സിസ്, അതായത് പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം, ദാറ്റ് ഇസ് mr². ദെൻ എക്സും വൈയും രണ്ടും ഡയമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഡയമീറ്റേഴ്സിൽ ഉള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എക്സ് ആയാലും വൈ ആയാലും അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ IXനും IYക്കും പകരം ID എന്ന് കൊടുത്തു. സോ യു ഗെറ്റ് 2ID ആൻഡ് ID equal to mr²/2. അടുത്തായിട്ട് about the tangent, moment of inertia of a ring about the tangent. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പാരലൽ ആക്സിസ് തിയറം. Okay, moment of inertia of the ring about the tangent. Parallel axis theorem നമുക്കറിയാം IZ' equal to IZ plus MA². IZ' equal to IZ plus MA². IZ' means moment of inertia about the Z' axis. Z' axis എന്ന് പറയുന്നത് നോക്കൂ, ഇപ്പോൾ വന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ഇറ്റ്സ് എ ടാൻജൻറ്റ്. ഓക്കെ, ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, സ്പർശരേഖ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ലൈൻ അത് ടാൻജൻ്റ് ആണ്. ഈ ടാൻജൻറ്റിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് ഇറ്റ്സ് ടാൻജൻറ്റ്. സോ IT എന്ന് കൊടുക്കാം അത്. ഓക്കെ, Z' ആക്സിസ് എന്നുള്ളത് ടാൻജൻറ്റ് എന്നുള്ള രീതിയിൽ IT എന്ന് കൊടുക്കാം. ഈക്വൽ ടു എന്താണ്? സം ഓഫ് ടു ടേംസ്. ഒന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്നത്, അത് ID എന്ന് കൊടുക്കാം, കാരണം ഡയമീറ്റർ ആണ്, പ്ലസ് mr². IT ഈക്വൽ ടു ID പ്ലസ് mr². എങ്ങനെയാണ് mr² വന്നത്? നമ്മളിവിടെ അസ്യൂം ചെയ്തു റേഡിയസ് ക്യാപിറ്റൽ R ആണ്. ഓക്കെ, ഇവിടെ ഇക്വേഷൻ്റെ A ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സസ്. രണ്ട് ആക്സസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് A. മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാരലൽ ആക്സിസ് തിയറത്തിൽ IZ plus MA², അതിൽ M is mass and R is radius of the ring. Okay, so IT equal to mr²/2. അത് about the diameter, കുറച്ച് മുമ്പ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്, പ്ലസ് mr². എക്ക് പകരം ക്യാപിറ്റൽ R, perpendicular distance between the two lines. So mr²/2 plus mr², or you will get 3/2 mr². So moment of inertia of the ring
about its tangent is given by 3/2 mr². വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 3 കേസിൽ ഒരു റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടെത്തി. ഒന്ന്, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് എബൌട്ട് an axis passing through the center and perpendicular to its plane, that is mr². About the diameter, mr²/2. About the tangent, that is mr²/3 mr²/2. About the tangent, 3 mr²/2. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് പാരലൽ ആക്സിസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ തിയറം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.